ഹായ്, സന്തോഷം. എനിക്ക് പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വാവ സുരേഷ് ഏട്ടൻ ഒരു തട്ടുകട ആരംഭിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ തട്ടുകട, ട്രാവൻകൂർ രുചി എന്ന് പറഞ്ഞിട്ട് പേരിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇത് ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ കവടിയാറിന്ന് കുറവൻകോണം പട്ടത്തേക്ക് പോകുന്ന റോഡിന് സൈഡിലായിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പുതിയ സംരംഭം ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 3 പേര് ചേർന്നൊരു പുതിയ സംരംഭം തുടങ്ങി. നമ്മൾ നാടൻ രീതിയിൽ, അതായത് കപ്പ, ദോശ, പിന്നെ പൊറോട്ട, മീൻ, കാടമുട്ട, കാട ഫ്രൈ, പിന്നെ ചിക്കൻ ബൾട്ട്, ചിക്കൻ ഫ്രൈ, ഇങ്ങനെ ബീഫ്, ഇങ്ങനത്തെ ഐറ്റംസാണ് നാടൻ സ്റ്റൈലിലുള്ള ഫുഡാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അറിഞ്ഞവരെന്തായിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. ആദ്യത്തെ ഒരു ദിവസം നമുക്ക് വളരെ മോശമായിരുന്നു, ഫസ്റ്റ് ദിവസം വളരെ മോശമായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ യൂട്യൂബ് ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ പരമാവധി പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും നമുക്കിവിടെ പല ജില്ലയിൽ നിന്നും പല സ്ഥലത്തും നമ്മുടെ ആൾക്കാർ വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്, നല്ല ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. അമ്മമാരാണ് ഇത് പാചകം ചെയ്യുന്നത്. ഇവിടെ 2 ആസാമിലുള്ള 2 പ്രിയ സഹോദരന്മാരും തമിഴ്നാട്ടിൽ നിന്നൊരു സഹോദരനും ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുക്കളും കൂടിയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിന് നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല തിരക്കാണ്. ട്രാവൻകൂർ രുചി തട്ടുകട എന്നാണ് നമ്മുടെ സ്വന്തം തട്ട്. ഞങ്ങൾ 3 പേര് ചേർന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ്, നല്ല ഫുഡാണെന്ന് പറയുന്നുണ്ട്. അത് തന്നെ കേൾക്കുന്ന ഒരു സന്തോഷം. ഇപ്പോൾ നമുക്ക് ഇവിടെ കട ഞങ്ങൾ 6 മണിയാണ് നമുക്ക് സമയം. 6 മണി മുതൽ 1 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 6-6:30 ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ തിരക്ക് മുന്നോട്ട് പോട്ടെ. ഇത് നല്ല ഒരു സംരംഭത്തിന് വേണ്ടി, അതായത് നമുക്ക് ഞങ്ങൾ കൂട്ടായ്മയോടെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തെങ്കിലും ഇതുവരെ നമുക്കൊന്നും മിച്ചം പിടിക്കാൻ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ കണക്കുകൾ അറിയില്ല. ഞങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ, ഇന്നിപ്പോൾ എനിക്ക് എറണാകുളത്തു നിന്നൊരു അമ്മയും ഒരു വലിയ അമ്മയും ഒരു പടം വരയ്ക്കുന്ന ഒരു സഹോദരി ഒരു അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, സഹായം ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ കുഞ്ഞു എന്തെങ്കിലും സാധനങ്ങൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് മാറ്റി വെക്കാം. പിന്നെ എനിക്ക് എൻ്റേതായ ബാധ്യതകൾ എനിക്ക് ഒത്തിരി ഉണ്ട്. എൻ്റെ അനിയത്തി സുഖമായിരിക്കുന്നു, അച്ഛനും RCC ആയിട്ട് മരണപ്പെട്ടതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടാണ് തുടങ്ങിയത്. എവിടെ വരുന്നു എവിടെ അവസാനിക്കുന്നു നമുക്കറിയില്ല. നമ്മൾ എന്നും ഒരുപോലെ ഫുഡ് കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. എന്നാലും സന്തോഷം, എല്ലാവരുടെയും സഹകരണമുണ്ട്. വളരെ സന്തോഷം, നന്ദി, സന്തോഷം.